അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്ന് വെടിനിർത്തലുണ്ടായപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് യുദ്ധക്കൊതിയന്മാർ ഒറ്റയടിക്ക് നിശബ്ദരായി എന്നല്ല മ്ലാനരായി. അവർ പ്രതീക്ഷിച്ചത് ഇന്ത്യയെ ഇവിടുന്ന് സൈന്യത്തെ അയച്ച് കറാച്ചി പിടിച്ചെടുക്കും, ലാഹോർ പിടിച്ചെടുക്കും, സിയാൽകോട്ട് പിടിച്ചെടുക്കും, പിന്നെ ഇസ്ലാമാബാദ് കീഴടങ്ങും. പണ്ട് ഡാക്ക കീഴടങ്ങിയ പോലെ പാകിസ്ഥാൻ സൈനികർ വരി വരിയായി നിന്ന് തോക്ക് താഴെയിട്ട് ഇന്ത്യക്ക് മുമ്പിൽ കീഴടങ്ങും. അങ്ങനെ ഇന്ത്യ പാകിസ്ഥാനും ഒന്നാകും. പിന്നെ അങ്ങോട്ട് പാകിസ്ഥാൻ്റെ യാതൊരു ഉപദ്രവവും ഉണ്ടാകുകയില്ല. പിന്നെ തീവ്രവാദി എന്ന പദം പോലും നമ്മുടെ നിഘണ്ടുവിൽ ഉണ്ടാകുകയില്ല എന്നൊക്കെയാണ്. ഈ വിവാദപ്പെട്ട എല്ലാവരും വെടിനിർത്തി എന്ന് കേട്ടപ്പോൾ ബ്ലീച്ചടിച്ചു. നേരെ മറിച്ചായിരുന്നു പാകിസ്ഥാനിലെ സ്ഥിതി. വെടിനിർത്തലുണ്ടായി എന്നറിഞ്ഞപ്പോൾ പാകിസ്ഥാൻകാർ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു, മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. അവർ വളരെ നാളുകളായിട്ട് ബോറടിച്ചിരിക്കുകയായിരുന്നു. പാകിസ്ഥാനിൽ ഭയങ്കര പണപ്പെരുപ്പമാണ്, വിലക്കയറ്റമാണ്, പ്രതിപക്ഷ നേതാക്കന്മാർ ജയിലിലാണ്, ഭരണകക്ഷിക്കാർക്കാണെങ്കിൽ ജനങ്ങളുടെ പിന്തുണയില്ല. ആകെ വിരസരായിരിക്കുന്ന സമയത്താണ് ഈ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. അതൊന്നും ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകുന്നത്, അവിടെ കുറച്ച് ആളുകൾ മരിക്കുന്നത്. പിന്നെ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ അതിഭയങ്കരമായി തിരിച്ചടി ഉണ്ടായി എന്നവർ വിചാരിക്കുന്നത്. പാകിസ്ഥാനിലെ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും സർക്കാർ സംവിധാനങ്ങൾ തന്നെയും പറയുന്നത്, അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് പാകിസ്ഥാൻ്റെ പ്രത്യാക്രമണത്തിൽ ഇന്ത്യയുടെ കരസേനയുടെ നട്ടലൊടിയും, അതുപോലെ വ്യോമസേനയുടെ നെഞ്ചും കൂട് തകർന്നു എന്നൊക്കെയാണ്. ഇന്ത്യയുടെ നിരവധി ജാഗ്വാർ വിമാനങ്ങൾ, അതുപോലെ ഫ്രാൻസിൽ നിന്ന് നമ്മൾ പെട്ട വില കൊടുത്ത് വാങ്ങിച്ച വിമാനങ്ങൾ എല്ലാം തകർന്ന് തരിപ്പണമായി. ഇന്ത്യയുടെ സൈന്യത്തിന് ഇപ്പോൾ വിമാനമില്ല, അവർ മറ്റേ കടലാസ് കൊണ്ടാണ് എയറോപ്ലെയിൻ ഉണ്ടാക്കി കളിക്കുന്നത് എന്നൊക്കെയാണ്. അതുപോലെ ടാങ്കുകൾക്ക് വലിയ നാശമുണ്ടായി, കാലാൾപ്പടയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ സൈനിക ശക്തി പരിപൂർണമായി തകർന്നു. ഇന്ത്യക്കാരുടെ അഹങ്കാരത്തിന് വലിയ തിരിച്ചടി കിട്ടി എന്നൊക്കെയാണ് പാവപ്പെട്ട പാകിസ്ഥാൻകാർ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത്. പാകിസ്ഥാൻകാർ മാത്രമല്ല കേട്ടോ, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ചില പാകിസ്ഥാൻ ചിന്താഗതിക്കാരും ഇതേ അഭിപ്രായം പങ്കുവയ്ക്കുന്നുണ്ട്. അവർക്ക് പക്ഷേ അത് ഉറക്കെ പറയാൻ ധൈര്യമില്ല. കാരണം എപ്പോഴാണ് പോലീസ് വീട്ടിൽ അന്വേഷിച്ചു എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരടക്കമുള്ള പാകിസ്ഥാൻ ചിന്താഗതിക്കാർ മുഴുവനും ഉള്ളുകൊണ്ട് സന്തോഷിക്കും. ഇന്ത്യക്ക് ഇത് കിട്ടിയല്ലോ, ഇവൻ ചോദിച്ചു വാങ്ങിയല്ലോ, വലിയ വില കൊടുത്ത് ഫ്രാൻസിൽ നിന്ന് ഓടുന്ന റഫാൽ വിമാനങ്ങൾ യാതൊരു പ്രയോജനമില്ലാത്തതാണെന്ന് തെളിഞ്ഞല്ലോ എന്നൊക്കെ കരുതി ആനന്ദിക്കുന്നുണ്ട്. അവരത് സ്വകാര്യമായിട്ട് പറയുന്നുമുണ്ട്, പക്ഷേ ഉറക്കെ പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. പിന്നെ സംഘടനയെ നിരോധിക്കും, നേതാക്കന്മാർ ജയിലിൽ പോകും. അതുകൊണ്ട് അവരത് കടിച്ചു പിടിച്ച് സഹിക്കുകയാണ്. ഈ സന്തോഷം സഹിക്കാൻ വയ്യാതെ ആകെ വിഷമിച്ച് ബുദ്ധിമുട്ടി കഴിയുകയാണ്. പാകിസ്ഥാൻകാർക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, അവർ വളരെ പ്രകടമായിട്ട് സന്തോഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവരങ്ങനെ സന്തോഷിക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. കാരണം അവർ സങ്കടപ്പെടാതെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായി. അവർ പ്രതികാരത്തിന് വേണ്ടി ദാഹിച്ചാൽ ഇപ്പോൾ അവരുടെ പ്രതികാര ദാഹം തീർന്നു. അവർ യുദ്ധം ജയിച്ചിരിക്കുകയാണ്, നമ്മൾ തോറ്റിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യ തോൽക്കുകയും പാകിസ്ഥാൻ ജയിക്കുകയും ചെയ്തതിൻ്റെ ആഹ്ലാദം ആ രാജ്യത്തെമ്പാടും അല തല്ലുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോറടിച്ചിരിക്കുകയായിരുന്നു. വിലക്കയറ്റം, പണപ്പെരുപ്പം, പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ വാഗ്ദാന ലംഘനം എല്ലാം കൊണ്ടും പ്രയാസപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനൊരു സൗകര്യം കിട്ടിയത്. അവർ സന്തോഷിക്കട്ടെ. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇതേ സംഗതികൾ തന്നെയാണ് 65-ലും 71-ലും ഒക്കെ പാകിസ്ഥാൻ അനുഭവിച്ചത്. 65-ൽ യുദ്ധം തുടങ്ങുന്ന സമയത്ത് എല്ലാ പാകിസ്ഥാൻകാരും വിചാരിച്ച് കാശ്മീർ പിടിച്ചെടുക്കാൻ പറ്റും എന്നാണ്. കാശ്മീരിന് നേരെ മുന്നേറിയ സൈന്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ഇന്ത്യ പഞ്ചാബിലും രാജസ്ഥാനിലൊക്കെ പ്രത്യാക്രമണം നടത്തി. അപ്പോഴും പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ പറഞ്ഞത് ഇന്ത്യയെ നമ്മൾ തോൽപ്പിച്ചു, ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും ബോംബിട്ട് തകർത്തു. ഡൽഹി വിമാനത്താവളത്തിൽ ഇപ്പോൾ മുത്തങ്ങ പുല്ല് പോലും കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെയാണ് മറ്റ് കേന്ദ്രങ്ങളും. ആഗ്രയിലെ താജ്മഹൽ നമ്മൾ ബോംബിട്ട് തകർത്തു. ഇതൊക്കെ കേട്ട് പാകിസ്ഥാനിലെ പാവപ്പെട്ട ആളുകൾ വിശ്വസിച്ചു. യുദ്ധം അവസാനിപ്പിച്ച് ജനറൽ അയൂബ് ഖാൻ താഷ്കൻഡിൽ പോണ ഒരാളുകൾ ഈ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു. പാകിസ്ഥാൻ ഒത്തീർപ്പിന് തയ്യാറായപ്പോൾ, താഷ്കൻഡ് കരാർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ, അതുവരെ അയൂബ് ഖാൻ്റെ സ്വന്തക്കാരനായിട്ട് നിന്ന സുൾഫിക്കർ അലി ഭൂട്ടോ പ്ലേറ്റ് മാറ്റി വയ്ക്കും. അദ്ദേഹം പറഞ്ഞു, നമ്മൾ സൈനികരെ വഞ്ചിച്ചു, നമ്മൾ യുദ്ധത്തിൽ നേടിയെടുത്ത വിജയം ഈ ഒത്തീർപ്പ് മേശയിൽ അടിയറ വച്ചു, നമ്മൾ പിടിച്ചെടുത്ത സ്ഥലം തിരിച്ചു കൊടുക്കാമെന്ന് സമ്മതിച്ചു. ഇതോടെ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന തോന്നൽ അവർക്കുണ്ടായി. തിരിച്ചു വരുമ്പോൾ ആളുകൾ അയൂബ് ഖാനെ ചീമോട്ടകളുമായിട്ടാണ് കാത്തിരുന്നത്.
അധികം വൈകാതെ പുള്ളിയുടെ കത്തിക്കൽ കഴിഞ്ഞു. ഇയാൾക്ക് പക്ഷാഘാതമുണ്ടായി. പുള്ളി രാജ്യഭാരം ഉപേക്ഷിച്ച് വനവാസത്തിന് പോകേണ്ടതായിട്ട് വന്നു. ഇതാണ് 65 സംഭവിച്ചത്. 71 സ്ഥിതി ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. ഇതാ കാശ്മീർ പിടിച്ചെടുക്കാൻ പോകുന്നു. കിഴക്കൻ മുന്നണിയിലും പടിഞ്ഞാറൻ മുന്നണിയിലും നമ്മുടെ സൈനികർ ഗംഭീരമായി യുദ്ധം ചെയ്തു. വിജയം നമ്മുടെ കൂടെ എന്ന് പാകിസ്ഥാനിലെ റേഡിയോയും പത്രങ്ങളൊക്കെ ഒരേ സ്വരത്തിൽ ആവർത്തിച്ചു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു വാർത്ത വരുന്നു. എന്താണ്? 93,000 സൈനികർ ഡാക്കയിൽ കീഴടങ്ങി. വാർത്ത വായിച്ച ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. നമ്മൾ യുദ്ധം തോറും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിക്കുന്ന സൈന്യം എങ്ങനെയാണ് കീഴടങ്ങുക? അപ്പോൾ അതിൻ്റെ പുറകിൽ എന്തോ അട്ടിമറിയുണ്ട് എന്ന രീതിയിലൊരു വാർത്ത പരന്നു. പിന്നെ അവർക്ക് മനസ്സിലായി യുദ്ധം നമ്മൾ തോറ്റുപോവുകയാണ് ചെയ്തത്. നമ്മുടെ സൈന്യം ദയനീയമായി പരാജയപ്പെട്ട സൈന്യം ഈ ആയുധം വെച്ച് കീഴടങ്ങുകയാണ് ചെയ്തത് എന്ന് പാകിസ്ഥാൻകാർക്ക് മനസ്സിലായി വന്നപ്പോഴത്തേക്കും യുദ്ധം കഴിഞ്ഞ് ആഴ്ചകൾ 2 അപ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ. ഈ പാവപ്പെട്ടവർ ഇപ്പോഴും സന്തോഷിക്കുക. അവരുടെ സന്തോഷം കണ്ട് ഇവിടെയുള്ള ആളുകൾ സന്തോഷിക്കുകയാണ്. ഏതായാലും എല്ലാവരും സന്തോഷിക്കട്ടെ, സന്തോഷമായിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.